എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പഠിച്ചിരുന്നു. നോട്ട്സ് തന്നിട്ടില്ല. കൈരളിയുടെ വരദാനത്തിൻ്റെ നോട്ട്സ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഭൂരിഭാഗം കുട്ടികളും എഴുതാനുണ്ട്. കാരണം 3-4 കുട്ടികളെ സംശയങ്ങൾ ചോദിച്ചുള്ളൂ, എഴുതി വന്നപ്പോഴുള്ള സംശയങ്ങൾ. അപ്പോൾ മറ്റുള്ളവരെ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ കുട്ടികളും എഴുതണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥ. നളൻ്റെയും ദമയന്തിയുടെയും കഥയാണ് അതിനകത്തിൽ പറയുന്നത്. ഉണ്ണായി വാര്യറാണ് അത് എഴുതിയിട്ടുള്ളത്. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നും എടുത്തിട്ടുള്ള മഹാഭാരതത്തിലെ ഒരു കഥയാണ്. കഥയിൽ നിന്നും എടുത്തിട്ടുള്ള നളചരിതം ആട്ടക്കഥയിലെ കുറച്ച് ഭാഗമാണ് പഠിക്കാനായിട്ടുള്ളത്. ദമയന്തിയുടെയും നളൻ്റെയും കഥയാണ് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ 2 തനതായ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൻ്റെ തനതായ കലാരൂപങ്ങൾ കഥകളിയും ഓട്ടംതുള്ളലും. ഈ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. അപ്പോൾ കഥകളിയിലാകട്ടെ ആംഗ്യഭാഷയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ, സംസാരത്തിന് അല്ല. ആ കഥകളിയുടെ സാഹിത്യരൂപമായ ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ. ആ നളചരിതം ആട്ടക്കഥയിലെ കുറച്ചു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ടുള്ളത്. നമുക്ക് ഈ പാഠസന്ദർഭം നോക്കാം. വിദർഭ രാജ്യത്തിലെ രാജാവായ ഭീമന് വളരെ കാലം സന്താനങ്ങൾ ജനിച്ചില്ല. അങ്ങനെ കുട്ടികളില്ലാത്ത ദുഃഖത്തിൽ വിഷമിച്ചിരുന്ന രാജാവിൻ്റെ രാജകൊട്ടാരത്തിലെ ദമനൻ എന്ന് പറയുന്ന മുനി എത്തിച്ചേർന്നു. അപ്പോൾ തനിക്ക് കുട്ടികളൊന്നും ഇല്ല എന്നുള്ള ആ ദുഃഖം പറയുകയും അദ്ദേഹം പറഞ്ഞു, താമസിക്കാതെ അങ്ങേക്ക് കുട്ടികളുണ്ടാകും എന്ന് പറയും. അങ്ങനെ ദമയന്തി ഉണ്ടായി. ദമയന്തി പിന്നീട് 3 സഹോദരന്മാർ, ദമയന്തിക്ക് 3 സഹോദരന്മാരും ഉണ്ടായി. ദമൻ, ദാന്തൻ, ദമനൻ എന്ന് 3 സഹോദരന്മാരും ഉണ്ടായി. അപ്പോൾ വിദർഭ രാജ്യത്തിലെ രാജാവായ ഭീമൻ്റെ മകളാണ് ദമയന്തി. ഇനി നമുക്ക് നളനെക്കുറിച്ച് പറയണം. നിഷധ രാജ്യത്തിൻ്റെ രാജാവായ വീരസേനൻ്റെ പുത്രനാണ് നളൻ. നിഷധ രാജ്യത്തിൻ്റെ രാജാവായ വീരസേനൻ്റെ പുത്രനാണ് നളൻ. നളനെക്കുറിച്ച് പറയുമ്പോൾ ചൂതുകളിയിൽ സമർത്ഥനാണ്. പിന്നെ കാമദേവനേക്കാൾ സൗന്ദര്യമുള്ളതാണ്, അത്രമാത്രം സുന്ദരനാണ് നളൻ. ഇപ്പോൾ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. ഇരുവരും വളർന്നു യൗവനാവസ്ഥയിലെത്തി. ഇപ്പോൾ രാജകൊട്ടാരമല്ലേ, സഞ്ചാരികളായ ആൾക്കാർ, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ രാജകൊട്ടാരങ്ങളിൽ ഒത്തുചേരാറുണ്ട്. വരുന്നവരെ ഓരോ രാജകൊട്ടാരത്തിലെ കഥകൾ പറയും. അങ്ങനെ നളൻ ദമയന്തിയെക്കുറിച്ചും ദമയന്തി നളനെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. കാണാതെ തന്നെ അവരങ്ങ് പ്രണയത്തിലായി. ഒരിക്കൽ സഞ്ചാരികളായ അരയന്നങ്ങൾ ദമയന്തിയുടെ അന്തഃപുരത്തിന് സമീപം എത്തി. നളൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തി പറഞ്ഞു. സഞ്ചാരികളായ ജനങ്ങളിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ നളനും അറിഞ്ഞു. രണ്ടുപേരും 2 വ്യക്തികളെക്കുറിച്ചും അറിഞ്ഞിട്ടുണ്ട്. ഇരുവരും പരസ്പരം കാണാതെ തന്നെ പ്രണയത്തിലായി. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിലുറപ്പിച്ചു. അക്കാലത്തൊരു ദിവസം നളൻ തൻ്റെ പൂന്തോട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ താമരപ്പൂവിലിരുന്ന് ഉറങ്ങുന്ന ഒരു അരയന്നത്തെ കണ്ടു. അരയന്നത്തെ കാണാൻ നല്ല രസമാണ്, നല്ല വെളുത്ത കളറിലുള്ള അരയന്നമാണ്. ആ അരയന്നത്തിനെ കണ്ട് അതിൻ്റെ സമീപത്തേക്ക് ചെന്നു. ആ അരയന്നത്തോട് തൻ്റെ സഖിയായി ആരാധിക്കുന്ന ദമയന്തിക്ക് ഒരു സന്ദേശം പറഞ്ഞു വിട്ടാൽ എന്തെന്നും ആലോചിച്ചു. സന്ദേശം അയക്കാം. ഇന്ന് കാലത്ത് നമുക്ക് പ്രണയത്തിലൊക്കെ ആയവർക്ക് സന്ദേശമൊന്നും അയക്കേണ്ട, അവർ ഫോണിലൂടെ സംസാരിച്ച് അതങ്ങ് ദൃഢപ്പെടുത്തിക്കോളും, അല്ലയോ? പണ്ട് കാലത്ത് ഇതൊന്നുമില്ലായിരുന്നു. അന്ന് സന്ദേശം അയക്കുകയാണ്. കാളിദാസൻ്റെ മേഘസന്ദേശമൊന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ നളൻ തനിക്ക് ദമയന്തിയോട് ഇഷ്ടമുണ്ടെന്നുള്ള വിവരം ഹംസത്തിൽ അരയന്നത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. പറഞ്ഞു വിട്ടാൽ എന്തെന്നും ആലോചിച്ചു. അപ്രകാരം മനസ്സിലുറപ്പിച്ച ശേഷം നളൻ അരയന്നത്തെ പിടിച്ചു.
ഭയന്ന അരയന്നം നളൻ്റെ ഇംഗിതം സാധിച്ചു കൊടുക്കാമെന്ന് വാക്ക് നൽകി. നളൻ തൻ്റെ പ്രണയകഥ ഹംസത്തോട് വിശദീകരിച്ചു. അതനുസരിച്ച് ഹംസം ദമയന്തിയുടെ കൊട്ടാരം നിൽക്കുന്ന വിദർഭയിലെ കുണ്ടിനപുരത്തിലേക്ക് പറന്നു. അപ്പോൾ നളൻ ദമയന്തിക്കുള്ള സന്ദേശം ഹംസത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ആ സന്ദേശവുമായിട്ട് ഹംസം ദമയന്തിയുടെ സമീപത്തേക്ക് പറന്നു. ദമയന്തിയും ഹംസവും തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് പാഠഭാഗം. അപ്പം ദമയന്തിയും ഹംസവും തമ്മിൽ കാണുകയും, അങ്ങനെ ഒരാൾ സന്ദേശം കൊടുത്തു വിട്ടു, അതിന് മറുപടി കൊണ്ടുവന്നു, പിന്നെ വീണ്ടും ദമയന്തി അങ്ങോട്ട് കൊടുത്തു വിടുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ബന്ധം ദൃഢപ്പെടുകയാണ്. ഇതാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് ഈ ഭാഗമാണ്. ദമയന്തി സഖിമാരെ, നമുക്ക് ജനക പാർശ്വേ ചെന്നാലല്ലേ കൗതുകം. അനുപല്ലവി. സകല ഭൂതല ഗതകഥകൾ ചിലർ പറയും, സമയം കഴിച്ചതിനു സതുപായം ഇതു നല്ലു. ദമയന്തി പറയാണ്. ദമയന്തിയും കൂട്ടുകാരും കൂടെ ഉദ്യാനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദമയന്തി പറയുകയാണ്, നമുക്ക് ഇവിടെ നിൽക്കണ്ട, പകരം എങ്ങോട്ടേക്ക് പോകാം? അച്ഛൻ്റെ സമീപത്തേക്ക് ചെല്ലാം. നേരത്തെ ഈ കൊട്ടാരത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ദമയന്തിക്ക് ഇഷ്ടമല്ല, നമുക്ക് ഉദ്യാനത്തിൽ പോയി പൂക്കളോട് സംസാരിക്കാം എന്നൊക്കെയായിരുന്നു കൂട്ടുകാരോട് പറയുന്നത്. പക്ഷേ ഇന്ന് തിരിച്ചാണ് പറയുന്നത്. ഇന്നെന്താ പറയുന്നത്? നമുക്ക് അച്ഛൻ്റെ സമീപത്തേക്ക് തന്നെ പോകാം. സഖിമാരെ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ. ജനക പാർശ്വേ, ജനകൻ്റെ സമീപത്ത്. ജനകൻ ഇവിടെ ആരാണ്? ജനകൻ അച്ഛൻ. ഇവിടെ ആരാണ്? ഭീമൻ. പാർശ്വേ അടുത്ത്. ചെന്നാലല്ലി ചെല്ലുകയാണെങ്കിൽ. കൗതുകം സന്തോഷം. അപ്പം എന്താണ് പറയുന്നത്? അല്ലയോ സഖിമാരെ, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. ഇപ്പോൾ ഏറെ സന്തോഷമായിട്ടുള്ളത് അച്ഛൻ്റെ സമീപത്ത് നിൽക്കുന്നതാണ്. മനസ്സിലായോ? അല്ലയോ സഖിമാരെ, നമുക്ക് അച്ഛൻ്റെ സമീപത്തേക്ക് പോകാം. അവിടെ നിൽക്കുന്നതാണ് എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അല്ലയോ സഖിമാരെ, നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ നിൽക്കുന്നതാണ് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളത്. അതിനി കാരണം പറയാണ്. സകല ഭൂതലം, സകലം എല്ലാം, ഭൂതലം ഭൂമിയിൽ, ഗതം പോയ, ഗതകഥകൾ പോയ കഥകൾ. അപ്പോൾ ഭൂതലഗതം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള എന്നർത്ഥമാണ്. ഭൂമിയിലുള്ള എല്ലാ രാജകൊട്ടാരങ്ങളിലെയും കഥകൾ നമുക്ക് കേൾക്കാം. കഥകൾ എന്ന് പറഞ്ഞാൽ വർത്തമാനങ്ങൾ. പിന്നെ സതുപായം, നല്ല വഴി, നല്ല മാർഗം. അപ്പം നമുക്ക് അല്ലയോ സഖിമാരെ, നമുക്ക് അച്ഛൻ്റെ സമീപത്തേക്ക് തന്നെ പോകാം. അച്ഛൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ വന്നെത്തിയിട്ടുള്ള ആളുകൾ ഭൂമിയിലെ ചില വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ പല രാജകൊട്ടാരങ്ങളിൽ പോയിട്ട് വരുന്നവരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വരുന്ന ആ രാജകൊട്ടാരങ്ങളിലൊക്കെ കഥകൾ എവിടെ വന്ന് പറയും? രാജകൊട്ടാരത്തിൽ വന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിഷധ രാജ്യത്ത് പോയിട്ടും വരുന്ന ആൾക്കാർ കാണും, രാജാക്കന്മാർ കാണും. അപ്പോൾ അവർ നളനെക്കുറിച്ച് പറയും. അപ്പോൾ നളനെക്കുറിച്ച് കേൾക്കാൻ ദമയന്തിക്ക് വളരെ താല്പര്യമാണ്. അച്ഛൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ വന്നെത്തിയിട്ടുള്ള ആളുകൾ ഭൂമിയിലെന്ന് പറഞ്ഞാൽ രാജകൊട്ടാരങ്ങളിലെ ചില വർത്തമാനങ്ങൾ പറയും. അത് കേൾക്കുന്നത് നേരം കളയാൻ, സമയം കളയാൻ നല്ലതാണ്. പിതാവിൻ്റെ സമീപം സഭയിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം സഞ്ചാരികളായ പലരും അവിടെ കാണും. അവർ നളൻ്റെ കഥകൾ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതു കേൾക്കാമല്ലോ എന്നാണ് ദമയന്തി വിശ്വസിക്കുന്നത്. ദമയന്തി പറയുന്നത്, ഉദ്യാനത്തിൽ നമുക്ക് അധിക സമയം നിൽക്കേണ്ട, പകരം നമുക്ക് എവിടേക്ക് പോകാം? അച്ഛൻ്റെ സമീപത്തേക്ക്, എന്ന് വെച്ചാൽ രാജകൊട്ടാരത്തിലേക്ക് പോകാം. കൊട്ടാരത്തിനൊക്കെ അച്ഛനൊക്കെ ഇരിക്കുന്ന സമീപത്തേക്ക് പോകാം. അതിന് കാരണം എന്താണ്? പല രാജകൊട്ടാരങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ അവിടെ എത്തിച്ചേരുകയും ഓരോ രാജകൊട്ടാരങ്ങളിലെയും കഥകളോട് വന്നിരുന്ന് പറയുകയും ചെയ്യും. അങ്ങനെ നിഷധ രാജ്യത്തിലെ ആ രാജകൊട്ടാരത്തിലെ കഥകൾ, അല്ലെങ്കിൽ അവിടുത്തെ നളൻ്റെ കഥകളും ഈ അച്ഛൻ്റെ സമീപത്ത് സഞ്ചാരികൾ വന്ന് പറയും. അത് കേൾക്കാൻ വളരെ സന്തോഷമാണ്. മനസ്സിലായോ? കാരണം നളനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നളനോടുള്ള സ്നേഹം
ഉണ്ട്, ആ പ്രണയമുണ്ട്. അപ്പോൾ നളിനെക്കുറിച്ചുള്ള കഥകൾ കേൾക്കുവാൻ ആർക്ക് താല്പര്യം കൂടുന്നു? ദമയന്തിക്ക്. ഇത് കേട്ടിട്ട് സഖിമാർ പറയുകയാണ്, മനസ്സിലായോ? പോക പൂങ്കാവിലെന്നു പുതുമധുവചനെ, വലിയ നിർബന്ധം തവ വാഴുന്നേരം ഭവനെ, പോവാൻ തന്നെയോ വന്നു പൂർണേന്ദുവദനെ, കാമിനീ മൗലേ ചൊൽക കാതര നയനെ. പോക പൂങ്കാവിലെന്നു പുതുമധുവചനെ, വലിയ നിർബന്ധം തവ വാഴുന്നേരം ഭവനെ, പോവാൻ തന്നെയോ വന്നു പൂർണേന്ദുവദനെ, കാമിനീ മൗലേ ചൊൽക കാതര നയനെ. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്? നമുക്ക് ഉദ്യാനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും വിളിച്ചു, കൊട്ടാരത്തിൽ നിന്നും നമ്മൾ ഉദ്യാനത്തിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഉദ്യാനത്തിൽ നിന്ന് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ് നോക്കാം. പോകാമെന്ന് പറഞ്ഞാലേ പോകാം. പൂങ്കാവിൽ പൂന്തോട്ടത്തിൽ, പുതിയ, മധു തേൻ, വചനം വാക്ക്, പുതുമധുവചനെ പുതിയ തേൻ പോലെ സുന്ദരമായി സംസാരിക്കുന്നവളെ എന്ന് വെച്ചാൽ എന്താണ്? മധുരമായി വർത്തമാനം പറയുക, ഹൃദ്യമായി വർത്തമാനം പറയുക, സുന്ദരമായിട്ട് മനോഹരമായിട്ട് സംസാരിക്കുന്നവളെ. നിർബന്ധം ശാഠ്യം തവ നിനക്ക്, വാഴുന്നേരം ഇരിക്കുന്ന സമയത്ത്, ഭവനേ ഭവനത്തിൽ, പോവാൻ പോകുന്നതിനു വേണ്ടി, പൂർണേന്ദു ഇന്ദു ചന്ദ്രൻ, പൂർണേന്ദു പൂർണ്ണചന്ദ്രൻ, വദനം മുഖം, കാമിനി സുന്ദരി, മൗലി കിരീടം. കാമിനി മൗലി സുന്ദരികൾക്കു കിരീടമായിട്ടുള്ളവൾ എന്ന് വെച്ചാൽ അത്രമാത്രം സൗന്ദര്യമുള്ളവൾ. ചൊല്ലുക പറയുക. കാതര നയന കാതരമായ നയനത്തോടു കൂടിയവൾ സുന്ദരി. സുഖമായിട്ടിരിക്കുന്നു. ന്യൂനം തീർച്ചയായും. ഭൈമി ദമയന്തി. അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ദമയന്തി ശാഠ്യം പിടിച്ചപ്പോൾ അവളുടെ തോഴിമാർ ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പുതുതേൻ പോലെ ഹൃദ്യമായി സംസാരിക്കുന്ന ദമയന്തി, വളരെ മനോഹരമായി സംസാരിക്കുന്ന ദമയന്തി, പൂന്തോട്ടത്തിൽ പോകണമെന്നുള്ള നിർബന്ധം നിനക്കായിരുന്നല്ലോ. നമ്മൾ കൊട്ടാരത്തിലിരുന്നപ്പോൾ നമുക്കിവിടെ ഇരിക്കേണ്ട, പൂന്തോട്ടത്തിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചത് ആരാണ്? ദമയന്തിയാണ്. അങ്ങനെ പൂന്തോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഇപ്പോൾ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന്. അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? സുന്ദരി, അങ്ങനെ പോകാനാണോ നമ്മൾ ഇവിടേക്ക് വന്നത്? അപ്പം നീ നിർബന്ധം പിടിച്ചിട്ടാണ് കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ ഉദ്യാനത്തിലേക്ക് വന്നത്. ഇപ്പോൾ ഉദ്യാനത്തിൽ വന്നതിന് ശേഷം ഉടനെ തിരിച്ചു പോകണമെന്ന് പറയുന്നത് എന്താണ്? സുന്ദരി, അങ്ങനെ പോകാനാണോ നമ്മൾ ഇവിടേക്ക് വന്നത്? സുന്ദരികൾക്ക് സുന്ദരിയായിട്ടുള്ളവളെ പറയുക. നമുക്ക് ഈ പൂന്തോട്ടം സുഖം തരുന്നുവെന്നത് സത്യം തന്നെ. നമുക്ക് ഈ പൂന്തോട്ടം ഇവിടെ വന്നിരുന്നാൽ നമുക്ക് വളരെ ഈ പൂന്തോട്ടത്തിലിരിക്കുന്നത് നമുക്ക് സന്തോഷം നൽകുന്നു. മറ്റെല്ലാം മറന്ന് നമ്മൾ പൂവുകളുമായിട്ട് രമിച്ചിരിക്കുമ്പോൾ ഈ പൂന്തോട്ടം നമുക്ക് സന്തോഷം തരുന്നത് തന്നെ. അങ്ങനെ തന്നെ അല്ലേ സുന്ദരിയായ ഭൈമി ദമയന്തി? സുഖമായി നമുക്കിന്നിവിടെ ന്യൂനം തോഴി ഭൈമി കാണുക നീ. നമുക്ക് സുഖമായിട്ട് ഈ പൂന്തോട്ടത്തിൽ ഇരിക്കാം. അവിടെ ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സുഖം ലഭിക്കുക തന്നെ ചെയ്യും. അല്ലയോ ഭൈമി, നീ ആ കാഴ്ച കണ്ടാലും. അപ്പോൾ ഇവിടെ നിന്ന് ഉദ്യാനത്തിൽ നിന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകണമെന്നാണ് ദമയന്തി പറയുന്നത്. അപ്പോൾ സഖിമാർ ചോദിക്കുകയാണ്, കൊട്ടാരത്തിലിരുന്നപ്പോൾ നിനക്ക് ഉദ്യാനത്തിൽ വരണമെന്ന് നിർബന്ധം പിടിച്ചിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ തിരിച്ച് ഇപ്പോൾ ഉടനെ തന്നെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്? ഈ ഉദ്യാനത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ എത്ര നല്ലതാണ്. നോക്കാം, നമുക്ക് അവിടേക്ക് പോയി നോക്കാം. എത്ര മനോഹരമാണ്. ഉദ്യാനത്തിലെ പൂക്കളോടൊപ്പം ഇരിക്കാൻ നമുക്ക് ഇരുന്നാൽ നമ്മൾ മറ്റെല്ലാം മറന്നു പോകും. നമുക്കതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കുന്നതല്ലേ നല്ലതാണ്. നോക്കൂ, നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് നോക്കാം എന്ന് പറഞ്ഞ് സഖിമാർ അങ്ങനെ പറയുകയാണ്. മനസ്സിലായോ? ദമയന്തി, സഖിമാരെ, നമുക്ക് ജനകപാർശ്വേ ചെന്നാലല്ലേ കൗതുകം. സകല ഭൂതല ഗതകഥകൾ ചിലർ പറയും. സമയം കഴിച്ചതിനു സതുപായമില്ല, ഇതു നല്ലു. നമുക്ക് അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് തന്നെ പോകാം. അവിടെ ചെന്നാൽ പലതരത്തിലുള്ള കഥകൾ കേൾക്കാം. രാജകൊട്ടാരത്തിൽ നിന്നും വന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ഈ വരുന്ന യാത്രക്കാർ
പല കൊട്ടാരങ്ങളിലെയും രാജകുമാരന്മാരെക്കുറിച്ചൊക്കെ കഥ പറയും. അങ്ങനെ നിഷധ രാജ്യത്തിലെ നളനെക്കുറിച്ചും പറയും. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളതാണ് ദമയന്തിയുടെ മനസ്സിലുള്ളത്. അപ്പോൾ കൊട്ടാരത്തിൽ ഇരുന്നപ്പോൾ പൂന്തോട്ടത്തിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ പൂന്തോട്ടത്തിലേക്ക് വന്നതാണ്. ഇപ്പോൾ പൂന്തോട്ടത്തിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നു. അപ്പോൾ സഖിമാർ ചോദിക്കുകയാണ്, പോക പൂങ്കാവിലെന്നു പുതുമധുവചനെ, വലിയ നിർബന്ധം തവ വാഴുന്നേരം ഭവനെ, പോവാൻ തന്നെയോ വന്നു പൂർണ്ണേന്ദു വദനെ, കാമിനീ മൗലേ ചൊൽക കാതര നയന്. സുന്ദരിയായിട്ടുള്ള അല്ലയോ ദമയന്തി, നീ കൊട്ടാരത്തിലിരുന്നപ്പോൾ നിർബന്ധം പിടിച്ച് ഉദ്യാനത്തിലേക്ക് വന്നതാണ്. ഇപ്പോൾ ഉദ്യാനത്തിൽ നിന്നും തിരിച്ചു പോകണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? സുഖമായി നമുക്കിന്നിവിടെ ന്യൂനം തോഴി ഭൈമി കാണുക നീ. നമുക്ക് സുഖമായിട്ട് ഈ ഉദ്യാനത്തിൽ ഇരിക്കാം. അല്ലയോ ഭൈമി, നോക്കാം, ഈ ഉദ്യാനത്തിലെ പൂക്കളെയൊക്കെ നമുക്ക് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി നമുക്കിവിടെ ഇരിക്കാം എന്ന് പറയുന്നു. ഇത്രയും ഭാഗം നിങ്ങൾ വായിക്കണം. അടുത്ത ഭാഗം ഞാൻ ഇടയ്ക്ക് ക്ലാസ് ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.